എഴുത്തുകാരിയും ആത്മീയ ചികിത്സകയുമായ ഷെരീഫ തങ്ങൾ എഴുതിയ ആത്മീയ കലാപങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ധനസഹായ വിതരണവും ജൂൺ 15 നടക്കും. പുലാമന്തോളിൽ വെച്ചാണ് ചടങ്ങ് ഒരുക്കുക. ഷെരീഫ തങ്ങൾ നേരത്തെ എഴുതിയ ആത്മകഥാ പുസ്തകത്തിന്റെ വിൽപ്പനയിലൂടെ സമാഹരിച്ച തുകയിൽ നിന്നും 2 നിർധന കുടുംബങ്ങൾക്ക് സ്ഥലം വാങ്ങാനുള്ള ധനസഹായത്തിന്റെ ആദ്യ ഗഡു ചടങ്ങിൽ കൈമാറും. കവി OM കരുവാരക്കുണ്ടിനെ ചടങ്ങിൽ ആദരിക്കും. സോഷ്യൽ മീഡിയ സൗഹൃദ കൂട്ടായ്മ സംഗമവും കലാപരിപാടികളും അരങ്ങേറും. പന്തല്ലൂർ സ്വദേശിയായ ഷെരീഫ ബീവി വിവിധ ആനുകാലികങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും കഥ, കവിത, അനുഭവക്കുറിപ്പ് എന്നിവ എഴുതി വരുന്നുണ്ട്. ഷെരീഫ തങ്ങളുടെ 3ാമത്തെ പുസ്തകമാണ് ആത്മീയ കലാപങ്ങൾ. പാണക്കാട് മുയീനലി ശിഹാബ് തങ്ങൾ, OM കരുവാരക്കുണ്ട്, കഥാകൃത്തും നോവലിസ്റ്റുമായ അബു ഇരിങ്ങാട്ടിരി, സബീൽ തങ്ങൾ, സത്താർ പന്തല്ലൂർ, അഫ്സൽ കയ്യങ്കോട് തുടങ്ങി കലാസാഹിത്യ രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. ആത്മീയ കലാപങ്ങൾ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. അവർ ഈ ആത്മീയ ചികിത്സാ രംഗത്തും അതേപോലെ തന്നെ സോഷ്യൽ നെറ്റ്വർക്കിലും അതുപോലെ ആനുകാലികങ്ങളിൽ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളൊക്കെ എഴുതുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതിന് പുറമെ അവർ പാരമ്പര്യമായിട്ട് ഒരു തങ്ങൾ കുടുംബത്തിൽ ജനിച്ച ഒരു എറണാകുളത്തിലെ ബീവിയാണ്. പന്തലൂർ എന്ന പ്രദേശത്താണ് അവരുടെ സ്വദേശം. അവരിപ്പോ 21 വർഷമായിട്ട് ബാംഗ്ലൂർ സെറ്റിൽഡാണ്. അപ്പൊ അവരുടെ 3ാമത്തെ കൃതിയാണ് ഈ ആത്മീയ കലാപങ്ങൾ. ഇത് ആത്മീയ രംഗത്തെ ചൂഷണങ്ങള് അവർക്ക് അവരനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ മുന്നിൽ വന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി തുറന്നു വരുന്ന ഒരു പുസ്തകമാണ് ഈ ആത്മീയ കലാപം എന്നുള്ളത്. അപ്പൊ ഇതിന്റെ പ്രകാശനകർമ്മമാണ് അടുത്ത 15 നമ്മുടെ പുലാമന്തോളിലെ എമറാൾഡ് റിസോർട്ടിൽ വെച്ച് നടക്കുന്നത്. SSK തങ്ങൾ, സാജിദ മലപ്പുറം, തൗസീഫ് ഷാഫി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.